നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് റിലേഷൻഷിപ്പ് റീഡിംഗ് പോലെ എടുക്കാം. ആക്ച്വലി ഇന്നത്തെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ജനറൽ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന കർമ്മ എന്തായിരിക്കും എന്ന് നോക്കാം നമുക്ക്. അവരുടെ ലൈഫിൽ ഇപ്പം എന്താ നടക്കുന്നത്, അവർക്ക് എന്തെങ്കിലും കർമ്മ കിട്ടുന്നുണ്ടോ, അതോ ഇനി പിന്നീട് കിട്ടുമോ, നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്താ പറയുന്നത് നോക്കാം. ഇത് നിങ്ങൾ പാർട്ട്ണറിൻ്റെ കാര്യത്തിലായിരിക്കാം. നിങ്ങളെ ലൈക്ക് റിലേഷൻഷിപ്പ് പാർട്ട്ണർ എന്ന രീതിക്കുള്ള ആളുടെ എടുക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ എടുക്കാം. ജനറലായിട്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. ഇത് എല്ലാവർക്കും മാച്ച് ആവാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മേ ബി അവരുമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തതായിരിക്കാം. കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ അവരെ മുൻപിൽ അവർക്ക് എന്താ പറയുക, അവരെ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കാണുന്നുണ്ടാവില്ല. ഓക്കെ, ചില കാര്യങ്ങൾ എല്ലാവരും ലോകത്തിന് മുമ്പിൽ ചിലപ്പോൾ അറിയിക്കണം എന്നില്ല അല്ലേ. പക്ഷെ എന്നാലും അവരെ മാനസികമായിട്ടോ അല്ലെങ്കിൽ അവരെ ഉള്ളിലുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചില പ്രശ്നങ്ങൾ, അവരുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് കർമ്മ കിട്ടുന്നത്, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളെ വേദനിപ്പിച്ച ആൾക്ക്, നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തിക്ക് എന്ത് കർമ്മയാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോഴും ഓർത്ത്, ക്വീൻ ഓഫ് വാൻസ് റിവേഴ്സ് ആണിത്. ആൻഡ് 8 ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. 2 ഓഫ് പെൻഡിക്കിൾസ് ഓക്കെ പ്രോപ്പറാണിത്. 2 ഓഫ് പെൻഡിക്കിൾസ് അപ്രൈറ്റ് ആണ്. ടവർ കാർഡ് റിവേഴ്സ് ആണ്. ടവർ കാർഡ് റിവേഴ്സ് പോലെ ഉണ്ടത്. ജസ്റ്റിസ് റിവേഴ്സ് ആണ്. ഓക്കെ, ഡെത്ത് കാർഡ്, ഡെത്തും റിവേഴ്സ് ആണിത്. സ്ട്രെങ്ത്തും റിവേഴ്സ് ആണ്. ഓക്കെ, കുറേ കാർഡ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട് ഇവിടെ. 10 ഓഫ് കപ്സ് അപ്രൈറ്റ് ആണ്. ഓക്കെ, ഫൈനലി ഹൈറോഫന്റ് അപ്രൈറ്റ് ആണ്. ആൻഡ് വേൾഡ് കാർഡ് ഇത് റിവേഴ്സ് ആണ്. ഓക്കെ, വേൾഡ് കാർഡ് റിവേഴ്സ് ആണ്. ഞാൻ ഇങ്ങനെ വെക്കാം, അത് കാർഡ് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്, സോറി. Two of Cups, 7 of Pentacles, High Priestess reverse. ഓക്കെ, ഇത് ലേശം ടഫാണ് ഈ കാർഡ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ സമയം എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പീഡ് കൂട്ടി കാണാം കേട്ടോ, അപ്പോൾ അതേ നിവർത്തിയുള്ളൂ. ഓക്കെ, ഇത് ക്വീൻ ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. ക്വീൻ ഓഫ് വാൻസ് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, വളരെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് മാത്രമല്ല കഴിവുകളൊക്കെ ഉള്ളത്, എന്തെങ്കിലുമൊക്കെ അവർക്ക് ആർട്ടിസ്റ്റിക് ആയിട്ട് കഴിവുണ്ടാവാം. ഓക്കെ, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു റെസ്പെക്റ്റ് ഒക്കെ ഉള്ള ഒരു ലേഡി എന്ന രീതിക്കാണ് നമ്മൾ സാധാരണ പറയുക. ഈ ഒരു ഭാഗം നോക്കിയാൽ മനസ്സിലാവും അല്ലേ, നമ്മളൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന രീതിക്കൊക്കെ. പക്ഷെ ഇവിടെ അത് തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം അത് കണ്ട ഒരു ഡെവിൾ മാതിരിയാണ് ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ 8 ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. 8 ഓഫ് വാൻസ് പറയുമ്പോൾ നമ്മൾ തടഞ്ഞ് അങ്ങനെ നമ്മൾ പെട്ട് നിൽക്കുന്നു എന്ന രീതിക്ക് നമ്മൾ പറയും. പക്ഷെ അതിൻ്റെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ആ പെട്ട് നിൽക്കുന്നതിൽ നിന്ന് പുറത്തു വരുന്ന പോലെയാണ്. ആൻഡ് 2 ഓഫ് പെൻഡിക്കിൾസ് ജഗ്ലിംഗ് ഉണ്ട്. ആൻഡ് ടവർ കാർഡ് റിവേഴ്സ് ആണ്. ഓക്കെ, സോ നിങ്ങളുടെ വേദനിപ്പിച്ച വ്യക്തി ആരായാലും, ആരാണ് എന്നുള്ളതിനിവിടെ നമുക്കൊരു ഇത് വന്നിട്ടില്ല, ഒരു കാർഡില്ല. ഓക്കെ, പക്ഷേ മേ ബി നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് പോയിട്ടുണ്ടാവാം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, ആ പേഴ്സൺ, അതായത് ആ തേർഡ് പാർട്ടിയുടെ മറ്റൊരു മുഖം നിങ്ങളുടെ പേഴ്സൺ കണ്ടു എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ എന്താ പറയുക, തേർഡ് പാർട്ടി ശരിക്കും അവരെ അട്രാക്ട് ചെയ്തെടുത്തിട്ടുണ്ടാവും. ഓക്കെ, നല്ലോണം നല്ലൊരു സ്നേഹം കാണിച്ച്, അല്ലെങ്കിൽ വളരെ അവരെ എന്താ പറയുക, ഒരു മുഖം മൂടി ഇട്ടിട്ട് ഓക്കെ നിങ്ങളുടെ പേഴ്സണെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവാം.
ഓക്കെ, ആദ്യം അവർക്ക് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടായിരിക്കാം തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോയത്. പക്ഷേ ഇവിടെ ഇപ്പൊ കാണുന്നത് ആ തേർഡ് പാർട്ടിയുടെ മറ്റൊരു മുഖം അവർ കാണാൻ തുടങ്ങി എന്ന രീതിയിലാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആ സിറ്റുവേഷനിൽ അവരാദ്യം സ്റ്റക്കായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷനിൽ, അതായത് ആ പേഴ്സണിൽ തേർഡ് പാർട്ടിയിൽ അവർ സ്റ്റക്കായിട്ട് നിന്നിരുന്നു. ഓക്കെ, അവർ വിചാരിച്ചു ആ തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കില്ല എന്ന്. മേ ബി നിങ്ങൾ കരുതി കാണാം ആ തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവരൊരിക്കലും പുറത്തു വരില്ല എന്ന് കരുതി കാണാം. പക്ഷെ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത്. 8 of Wands ആണ്. സോറി, ഐ എം സോ സോറി കേട്ടോ, പറഞ്ഞത് തെറ്റിപ്പോയത്. 8 of Wands ആണ്, കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമാണ്. സോറി. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾക്കൊരു അറിവ്, നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. മേ ബി ഈ ഒരു വിവരം പറയാനായിരിക്കാം, ഈ ഒരു കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ഒരു തനിനിറം മനസ്സിലാക്കി അവരുടെ മറ്റൊരു മുഖം കണ്ടു എന്ന രീതിയിൽ മേ ബി നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ വരാനുള്ള സാധ്യതയാണ്. ഓക്കെ, അത് മേ ബി നിങ്ങളുടെ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ത്രൂ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യതയാണ്. ഒരു ന്യൂസ് വരുന്നതായിട്ട് നമുക്ക് പറയാം. ഓക്കെ, 8 of Wands പറയുമ്പോൾ കമ്മ്യൂണിക്കേഷനാണ്. സോറി കേട്ടോ, ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാ. ഓക്കെ, 8 of Swords എന്നുള്ള ഓർമ്മയിലായിരുന്നു ഞാൻ. ഓക്കെ, ഇത് 2 of Pentacles ആണ്. 2 of Pentacles പറയുമ്പോൾ ജഗ്ലിംഗ് ആണ്. അപ്പം നിങ്ങളുടെ പേഴ്സൺ അതിനെ പറഞ്ഞ രണ്ടുപേരെയായിട്ട് ജഗിൾ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങളെയും തേർഡ് പാർട്ടിയും തമ്മിൽ ജഗിൾ ചെയ്തിട്ടുണ്ട്. അവർ രണ്ട് സിറ്റുവേഷൻ തമ്മിൽ അവർ ഏത് വേണം എന്ന തരത്തിലൊരു ആലോചന ഉണ്ടായിരുന്നു അവർക്ക്. ഓക്കെ, നിങ്ങളെ വിട്ട് പോയിട്ടുണ്ടാവും തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക്. പക്ഷെ ഇപ്പോൾ അവർ ആ ഒരു തേർഡ് പാർട്ടിയുടെ തനിനിറം മനസ്സിലാക്കിയിട്ട് അവർ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നതായിട്ടും തോന്നുന്നുണ്ട്. ടവർ കാർഡ് റിവേഴ്സ് ആണ്. പക്ഷെ ടവർ കാർഡ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി ആ ഒരു സിറ്റുവേഷൻ തകർന്നു കഴിഞ്ഞു എന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, തകർന്നു കഴിഞ്ഞു. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, അവിടെ ഒരു തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മേ ബി മനസ്സിലാക്കി. ആ ഒരു ടവർ മൊമെന്റ് വന്നപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി എന്ന് പറയാം. നിങ്ങളെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തി മനസ്സിലാക്കി. ഓക്കെ, തേർഡ് പാർട്ടിയുടെ തന്നെ രൂപം മനസ്സിലാക്കി എന്ന രീതിക്കാണ്. ആ ഒരു ടവർ കാർഡ് വരുമ്പോൾ, ടവർ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ മേജറായിട്ട് നടന്നു എന്ന് പറയാം. നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, നടന്നു കഴിഞ്ഞു. അത് ഇപ്പോൾ എല്ലാം കെട്ടടങ്ങി എന്ന രീതിക്കാണ് ഇവിടെ കാണുന്നത് എനിക്ക്. ഓക്കെ, എല്ലാം തീ പിടിച്ചു, എല്ലാം തകർന്നു, എല്ലാം അങ്ങനെ ആയ ശേഷം, പക്ഷെ ഇപ്പോൾ എല്ലാം ഒരു ശാന്തമായി. ഓക്കെ, ശാന്തമായ ശേഷം പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്, എന്നിട്ട് അവരെ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഡെത്തിൻ്റെ റിവേഴ്സാണിത്. ഡെത്തിൻ്റെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡെത്ത് കാർഡ് നമ്മൾ പറയാറുള്ളത് എൻഡിങ് കഴിഞ്ഞ് ന്യൂ ബിഗിനിങ് എന്ന രീതിക്ക് പറയും. പക്ഷെ ഇവിടെ ഇത് ഒരു എൻഡിങ് നടന്ന പോലെയാണ് കാണുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു ടവർ മൊമെന്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ, നിങ്ങളുടെ പേഴ്സൺ സെപ്പറേറ്റ് ആയി കാണാം. ഓക്കെ, അവർ തമ്മിൽ അകന്ന് കാണാം. നിങ്ങളുടെ തേർഡ് പാർട്ടി അവരുടെ എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവർ തനി രൂപം മനസ്സിലാക്കിയപ്പോൾ ആ സിറ്റുവേഷൻ ഇവിടെ എൻഡ് ആയതായിട്ടാണ് എനിക്ക് കാണുന്നത്. ആൻഡ് സ്ട്രെങ്ത് റിവേഴ്സ് ആണിത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അവിടെ ഒട്ടും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയാം. ഓക്കെ, മേ ബി ഇവർ ഓൾറെഡി മാരീഡ് സിറ്റുവേഷൻ. കാരണം ഇവിടെ ഹയറോഫന്റ് ആൻഡ് എംപറർ അല്ല, കിങ് ഓഫ് പെന്റിക്കിൾസ് അല്ലേ. കിങ് ഓഫ് പെന്റിക്കിൾസ് ഇവിടെ ഉണ്ടായിരുന്നു. റിവേഴ്സ് ആണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് ആണിത്. എന്ന് വെച്ചാൽ ഒരു മാരേജ് സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, ആ മാരേജ് എൻഡായി എന്ന് പറയാം. കമ്മിറ്റ്മെന്റ് എൻഡായി എന്ന് പറയാം. ഓക്കെ, ആ സിറ്റുവേഷൻ അവിടെ എൻഡായി പോയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അതാ പറഞ്ഞ ടവർ കാർഡും ഡെത്തും. ഓക്കെ, ഒരു സിറ്റുവേഷൻ്റെ എൻഡിങ് ആണ് ഇവിടെ എനിക്ക് കാണുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻ എൻഡ് ആയിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയിട്ടുണ്ട്. ഇതും റിവേഴ്സ് ആണ്. തേർഡ് പാർട്ടി റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എൻഡിങ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വേറെ ഓപ്ഷൻസ് അവർക്ക് ഉണ്ടായിരുന്നു. അതായത് തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറയാം. അത് ചിലവർക്ക് മാരീഡ് സിറ്റുവേഷൻ ആണെങ്കിൽ ആ മാരേജ് എൻഡിങ്ങിലേക്ക് വരുന്നു, അവർ ഡൈവേഴ്സോ അല്ലെങ്കിൽ സെപ്പറേഷനോ വരുന്നു എന്ന് പറയാം. ആയിട്ടുണ്ടാവും ഓൾറെഡി. ഓക്കെ, അല്ലെങ്കിൽ ആവാൻ പോകുന്നു എന്ന് പറയാം. ചിലപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല. ഓക്കെ, കർമ്മ എന്ന് പറയുന്ന ഇതാണ്. ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ, നമ്മൾ കണ്ട മുമ്പിൽ ചിലപ്പോൾ കണ്ടു എന്ന് വരില്ല, പക്ഷെ കാര്യങ്ങൾ പിന്നിൽ നടക്കുന്നുണ്ട്. യൂണിവേഴ്സ് ചില കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, എൻ്റെ ഈ കാർഡ് ഞാൻ പിന്നെ പറയാം. ഇവിടെ അഗെയിൻ ഇതെന്തായിരുന്നു? ജസ്റ്റിസ് റിവേഴ്സ് ആൻഡ് വേൾഡ് റിവേഴ്സ് ആണ്. വേൾഡ് നമ്മൾ എന്താ പറയാറ്? വേൾഡ് കാർഡ് നമ്മൾ പറയാറുള്ളത് ഒരു പുതിയ ബിഗിനിങ്, പുതിയ തുടക്കം എന്ന രീതിക്കാണ്. അഗെയിൻ ഇതേപോലെ തന്നെയാണ്. ഡെത്തിൻ്റെ അതേ ഒരു പോലെയാണ് നമ്മൾ പറയുക. ഒരു പുതിയ തുടക്കം വരുന്ന കാര്യമാണ്. സൈക്കിൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയുക. പക്ഷേ ഇവിടെ അതിൻ്റെ റിവേഴ്സ് ആണ്. സോ റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അത് എൻഡിങ് എന്ന രീതിക്ക് തന്നെ എടുക്കാം. ഓക്കെ, അപ്പോൾ അതായത് പുതിയ തുടക്കം അവർക്കില്ല എന്ന് പറയാം. ഓക്കെ, അവിടെ ആ സിറ്റുവേഷൻ എൻഡായി പോയി എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ആൻഡ് ഇവിടെ ജസ്റ്റിസ് റിവേഴ്സ് ആണ്. സോ നിങ്ങൾക്ക് ന്യായം കിട്ടിയില്ല എന്ന് നിങ്ങൾ കരുതരുത്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ന്യായം തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്.
നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ന്യായമായത് ദൈവം ചെയ്തില്ല. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചു, നിങ്ങളോട് ന്യായം ചെയ്തില്ല പേഴ്സൺ എന്ന രീതിക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് ആക്ച്വലി ചെയ്യുന്നുണ്ട്, ചില ജസ്റ്റിസ് ചെയ്യുന്നുണ്ട്, ന്യായം ചെയ്യുന്നുണ്ട്, നിങ്ങൾ അറിയുന്നില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവിടെ ഒരു സ്ട്രെങ്ത് വെച്ച് പിടിച്ച് നിൽക്കാൻ നോക്കിയിരുന്നു ആ റിലേഷൻഷിപ്പിൽ. ഐ തിങ്ക് ഇപ്പം അത് അവിടുന്ന് ആ സ്ട്രെങ്ത് അവർക്ക് ഇല്ലാതെയായി. അവിടെ ആക്ച്വലി ഇതിങ്ങനെ പറയാറ് ഇത് നമ്മൾ പറയുക ശരിക്കും ഈ ലയണിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരാൾ നിൽക്കുന്നു എന്ന രീതിക്കാണ് പറയുക. ഇപ്പം തിരിച്ച് ആ കൺട്രോൾ ഇല്ലാതെയായി, ലയൺ ഇപ്പോൾ ഇതിനെ കടിക്കാൻ തുടങ്ങി എന്ന രീതിക്കാണ് എന്ന പോലെയാണ് പറയുക. അതായത് തേർഡ് പാർട്ടി തിരിച്ച് അറ്റാക്ക് ചെയ്തു എന്ന് പറയാം. ഓക്കെ, തേർഡ് പാർട്ടി ആദ്യം നല്ല രൂപമൊക്കെ കാണിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിലൊക്കെ നിന്നിട്ടുണ്ടാവും. പക്ഷെ അവർ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഐ തിങ്ക് തേർഡ് പാർട്ടി തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി അവരുടെ മേലേക്ക് തിരിഞ്ഞു. ഓക്കെ, ആൻഡ് ഇവിടെ 10 of Cups ആൻഡ് ഹൈറോഫൻ്റ് ആണ് കാണുന്നത്. ആൻഡ് ഇവിടെ 2 of Cups ആണ്. മേ ബി നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെന്റിന് വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അല്ല നിങ്ങൾ മാരീഡ് അല്ല, ഇത് മറ്റേ തേർഡ് പാർട്ടിയുമായിട്ട് മാരീഡ് ആയിരുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ, കാരണം ഇത് മാരേജ് കാർഡാണ്, അതുകൊണ്ടാണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുമായിട്ട് അവർക്ക് സന്തോഷമായിരുന്നു എന്നവർ റിയലൈസ് ചെയ്യണം, നിങ്ങൾ അവരുടെ സോൾമേറ്റ് ആയിരുന്നു എന്നവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ 2 of Cups ആണ്, സോൾമേറ്റ് കാർഡാണ്. ഓക്കെ, അപ്പോൾ അവരിപ്പോൾ ആലോചിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന രീതിയിലാണ്. അവർ തേർഡ് പാർട്ടിയിൽ വളരെയധികം വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ആൻഡ് 7 of Pentacles അവർ ഒരു ഓപ്ഷൻസ് ആയിട്ട് കീപ്പ് ചെയ്തിരുന്നു. അത് നിങ്ങളുടെ പേഴ്സൺ ചെയ്ത തെറ്റ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ വേറൊരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഓൾറെഡി മാരീഡ് ആണെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടെങ്കിൽ യെസ് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ല ഇനിയിപ്പോൾ അവർ ഓൾറെഡി മാരീഡ് ആയിരുന്നു, നിങ്ങൾക്കൊരു ആഗ്രഹം തന്നു എന്നൊക്കെ പറഞ്ഞാൽ അവരെന്തൊക്കെയോ അവർ ആ 2 ഓപ്ഷൻ അവർ കീപ്പ് ചെയ്തു അല്ലേ. അപ്പോൾ അത് അവർ ചെയ്ത തെറ്റ് തന്നെയാണ്. എനിക്ക് അവർ ആ സിറ്റുവേഷനിൽ അവർ ചെയ്ത ആ തെറ്റിന് എന്ന് മാത്രമല്ല അവർ ആ തേർഡ് പാർട്ടിയെ കുറെ കൂടി ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഒരു ഭംഗി കണ്ടിട്ടായിരിക്കാം, അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ തേർഡ് പാർട്ടി അവർ അട്രാക്ട് ചെയ്തെടുത്തതായിരിക്കാം, അങ്ങനെയും പറയാം. എനിക്ക് നമ്മുടെ ഹൈ പ്രിസ്റ്റസ് ഉണ്ടായിരുന്നു. സോ മേ ബി അവരെന്തെങ്കിലും അട്രാക്ഷൻ യൂസ് ചെയ്ത് അടുപ്പിച്ചതായിരിക്കും. എനിക്ക് ലേഡീസ് ആയാലും ജെൻസ് ആയാലും രണ്ടും എടുത്തോളൂ കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും അവിടെ അവർ ഓൾറെഡി മാരീഡ് ആയിരുന്നെങ്കിലും അവിടെ ആ സിറ്റുവേഷൻ അവർക്ക് ഐ തിങ്ക് അവർ തമ്മിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ അവരുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻ എൻഡിങ് ആണ് എനിക്ക് ഇവിടെ കാണുന്നത്. ടവർ ആൻഡ് ഡെത്ത് ആൻഡ് ജസ്റ്റിസ് എല്ലാം കൂടി കാണുമ്പോൾ യെസ് അവർ ഒരു എൻഡിങ്ങിലേക്ക് പോകുന്നുണ്ട്, ഒരു ഡൈവേഴ്സ് വരെ എത്തുന്നത്. എല്ലാവർക്കും ഇത് മാച്ച് ആവണമെന്നില്ല. ഇത് വളരെ മീൻസ് 2 സിനാരിയോ വരാം നമുക്കിവിടെ. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ ആ സിറ്റുവേഷനിൽ നിന്ന് വിട്ടുമാറി വരാൻ സമയമെടുക്കുമായിരിക്കും ചിലവർക്ക്. ചിലവർക്ക് അവർ വിട്ടു വരാൻ തയ്യാറാവുന്നു എന്നും കാണുന്നുണ്ട്. രണ്ടും പറയാം നമുക്ക്. സോ എന്തായാലും പക്ഷെ ഇവിടെ വളരെ നിങ്ങളുടെ പേഴ്സണിന് കിട്ടുന്ന കർമ്മ എന്ന് പറയുന്നത് ആ തേർഡ് പാർട്ടി അവരെ എന്തെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാവാം. ആൻഡ് ഈ കാർഡ് കാണുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾ പേഴ്സണിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയതായിരുന്നു നിങ്ങളുടെ തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സണിനെ ഒരു എന്താ പറയുക എല്ലാ തരത്തിലും അവരുടെ ലൈഫിലേക്ക് മേ ബി പണത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. എന്തെങ്കിലും തരത്തിൽ ഉപയോഗിച്ചു എന്ന് പറയാം, കൺട്രോൾ ചെയ്ത് നിർത്തി എന്ന് പറയാം. ഇപ്പം തേർഡ് പാർട്ടി ഇപ്പം നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നല്ല സിറ്റുവേഷനിലല്ല ഇപ്പം കാണുന്നത് എന്തായാലും. ആൻഡ് ഇവിടെ മേ ബി ജസ്റ്റിസ് റിവേഴ്സ് ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ചെയ്ത മിസ്റ്റേക്കിന് തന്നെയാണ് അവർക്ക് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിന് കർമ്മ കിട്ടുകയാണ്. സോ 7 of Pentacles പറയുമ്പോൾ അവർ ഞാൻ പറഞ്ഞ പോലെ അവർ വേറെ ഓപ്ഷൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ആ തേർഡ് പാർട്ടിയുമായിട്ട് മാരേജ് കമ്മിറ്റഡ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റിലായിരുന്നെങ്കിൽ ആ കമ്മിറ്റ്മെന്റിൽ നിന്ന് അവർ പുറത്തു വരും. അവർ അതിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണുന്നത്. ആൻഡ് 6 of Wands, വിക്ടറി ആഗ്രഹിക്കുന്നു ഇപ്പോൾ അവർ. ഇപ്പോൾ അവർ വിക്ടറി ആഗ്രഹിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ അവർ 2 of Cups നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് നിങ്ങളുമായിട്ട് സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുമായിട്ടാണ്. തേർഡ് പാർട്ടി അട്രാക്ഷനിൽ പെട്ടുപോയതാണെങ്കിൽ ഇപ്പോൾ അവർ ചില പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. അത് എന്ത് തരത്തിലും ആവാം. ചിലവർക്ക് ഫൈനാൻഷ്യൽ ലോസ് ആയിരിക്കാം, ചിലവർക്ക് റിലേഷൻഷിപ്പ് നമ്മുടെ എന്താ പറയുക റിലേഷൻഷിപ്പ് തകർന്നു എന്ന് പറയാം. എല്ലാ തരത്തിലും അവിടെ ഒരു എൻഡിങ് എന്ന രീതിക്കാണ് ഇപ്പോൾ എനിക്ക് കാണുന്നത്. മേ ബി നിങ്ങൾ ഈ സിറ്റുവേഷൻസ് അറിയുന്നുണ്ടാവില്ല. എപ്പോഴും അതങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും, പക്ഷെ അല്ല, അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരും. അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരാനുള്ള സാധ്യതയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ആരോടും റിവെഞ്ച് എടുക്കാൻ പോകേണ്ട കാര്യമില്ല, നമ്മൾ ആരോടും ഒരു മോശമായിട്ടോ ഒന്നും വിചാരിക്കേണ്ട ഇതില്ല, അങ്ങനെ ചെയ്യരുത്. യൂണിവേഴ്സ് ടേക്ക് കെയർ ചെയ്തോട്ടെ. യൂണിവേഴ്സ് അവിടെ നോക്കിക്കോട്ടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങളതിൽ ഇടപെടാൻ പോയത്.
അവർ മാരേജ് ഓൾറെഡി അവർ വേറെ മാരേജിലായിരുന്നു തേർഡ് പാർട്ടി ആയിട്ട് എന്നാൽ വലുതൊക്കെ ആണെങ്കിൽ അത് എൻഡിങ് ആണ് കാണുന്നത് ഇവിടെ. ഓക്കെ, ഒരു എൻഡിങ് സിറ്റുവേഷനാണ്. വാക്കിംഗ് അവേ, 8 of Cups, 6 of Wands, Knight of Pentacles. നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയാം. ഓക്കെ, ഓക്കെ, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, ആൻഡ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഓഫറുമായിട്ട് വരുന്നു എന്ന് പറയാം. അവർ ആ സിറ്റുവേഷൻ വാക്ക് അവേ ചെയ്യാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അവർ ചില നഷ്ടങ്ങൾ ബാക്കിൽ ഉപേക്ഷിച്ച് അവർ ആ സിറ്റുവേഷൻ ഉപേക്ഷിച്ച് പിന്നെ മുന്നിലേക്ക് പോകുന്ന പോലെയാണ്. ആൻഡ് ഇത് നിങ്ങൾ ഒരു വിക്ടറിയുടെ കാര്യമാണ് കാണുന്നത് ഇവിടെ. ഓക്കെ, ആക്ച്വലി അല്ല, വിക്ടറി അല്ല, തോറ്റിട്ട് വരുന്നു എന്നാണ്. സോറി, ഇതാണ് ഈ ഭാഗമാണ് കറക്റ്റ് അപ്രൈറ്റ്. ഇതവർ തോറ്റിട്ട് വരുന്നു എന്ന രീതിക്കാണ്. ഓക്കെ, ഐ തിങ്ക് നിങ്ങളുടെ അല്ലല്ലോ, ഇതാണ് വിക്ടറി, സോറി. ഓക്കെ, അപ്പോൾ വിക്ടറി ഉണ്ട് എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണം എന്ന രീതിയിലാണ് അവരുടെ മനസ്സിലിപ്പോൾ. ഓക്കെ, ആൻഡ് നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് അവർക്ക് ഇപ്പോൾ ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, ആ ഒരു പേടി അവരുടെ മനസ്സിലുണ്ടാവും. കാരണം ജസ്റ്റിസ് അവർ നിങ്ങളോട് ന്യായം ചെയ്തില്ല എന്നുള്ളത് അവർക്ക് അറിയാൻ നന്നായിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ അവരെ ഇനിയിപ്പോൾ തിരിച്ച് സ്വീകരിക്കുമോ എന്നവർക്ക് ഡൗട്ട് ഉണ്ടാവും. അത് നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ യുക്തി അനുസരിച്ച് ചെയ്യാം. ഓക്കെ, സാഹചര്യം നോക്കി നിങ്ങൾ ഡിസൈഡ് ചെയ്യാം. എന്തായാലും തേർഡ് പാർട്ടിയുടെ ഒരു തനി നിറം മനസ്സിലാക്കിയതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഈ കാർഡ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ബാക്കി സിറ്റുവേഷൻ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ഭംഗിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തി അവരിപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ആദ്യം അവർ അട്രാക്റ്റ് ആയിട്ട് പോയി, പക്ഷെ ഇപ്പോൾ അവരുടെ തനിനിറം മനസ്സിലാക്കി എന്ന് പറയാം. ഓക്കെ, സോ കർമ്മ അവർക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, തേർഡ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അവർക്ക് കർമ്മ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ പക്ഷെ അതിന് ഒന്നും റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, നിങ്ങളെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് മാപ്പ് പറഞ്ഞ് നിങ്ങൾക്കത് ജെനുവിനായിട്ട് സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ സ്വീകരിക്കാം. ഓക്കെ, എൻഡ്ലെസ് പോസിബിലിറ്റീസ്, റൂട്ട്സ് ഓഫ് അബൻഡൻസ്, സീയിങ് ബിയോണ്ട്, വൈറ്റനിങ് ദ മൈൻഡ്, ഞാൻ അധികം എടുക്കുന്നില്ല, ആൻഡ് കോൾ ഓഫ് ദ മ്യൂസ്, വേക്കിംഗ് ദ ലയൺ. ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്, ലയണിൻ്റെ കാര്യം അതേ കാണാൻ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ സിംഹത്തിനെ ഉണർത്തു എന്നാണ് പറയുന്നത്. നിങ്ങൾ ബോൾഡ് ആവുക. ഓക്കെ, നിങ്ങൾ സ്ട്രോങ് ആവുക. ഓക്കെ, ഒരു പേഴ്സൻ്റെ മുമ്പ് അവർ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വന്ന ഉടനെ അങ്ങനെ മാപ്പ് കൊടുത്ത് സ്വീകരിക്കും വേണ്ട. ഓക്കെ, കാരണം അവർ കുറച്ച് ഇനിയും അവരത് റിപ്പീറ്റ് ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടണം. കുറച്ച് എന്താ പറയുക, അവരെ വാച്ച് ചെയ്ത് അവർ ശരിക്കും മാറിയിട്ടുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് മാത്രം സ്വീകരിച്ചാൽ മതി. ഓക്കെ, ആൻഡ് എൻഡ്ലെസ് പോസിബിലിറ്റീസ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, റൂട്ട്സ് ഓഫ് അബൻഡൻസ്, നിങ്ങൾ നിങ്ങളുടെ അബൻഡൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആക്കുക. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. ആ പേഴ്സൺ, ഇത് നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ സിറ്റുവേഷൻസ് നോക്കുന്നത്. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ മേലെ മാത്രമാണ്. ഓക്കെ, മറ്റുള്ളവർ എന്ത് ചെയ്യണോ നിങ്ങൾ ആലോചിക്കേണ്ട, അവിടെ എന്ത് നടക്കണോ നിങ്ങൾ ആലോചിക്കേണ്ട. ഓക്കെ, നമ്മൾ അറിഞ്ഞിരിക്കാൻ മാത്രം. ഓക്കെ, അവരെ ഫീലിങ്സ് ഇതാണ്. ഓക്കെ, ഫൈൻ, ശരി, അവർക്ക് ഫീലിങ്സ് ഉണ്ട്, ശരി, പക്ഷെ ഞാൻ എൻ്റെ കാര്യം ഞാൻ ചെയ്യട്ടെ. അവർക്ക് വേറെ തേർഡ് പാർട്ടി ഉണ്ട്, അവർ തേർഡ് പാർട്ടിയിൽ പ്രശ്നങ്ങളാണ്, എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അത് അറിഞ്ഞു മനസ്സിലാക്കി ഞാൻ എൻ്റെ കാര്യം നോക്കണം. ആ രീതിക്ക് നിങ്ങൾ ആവണം പ്ലീസ്. ഓക്കെ, എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എല്ലാവരോടും. ഓക്കെ, റൂട്ട്സ് ഓഫ് അബൻഡൻസ്, നിങ്ങൾ നിങ്ങളുടെ അബൻഡൻസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, വേറൊരു വ്യക്തി വന്നിട്ട് വേണ്ട നിങ്ങൾക്ക് സ്റ്റേബിൾ ആവാൻ. ഓക്കെ, ആദ്യം നിങ്ങൾ നിങ്ങളുടെ സ്റ്റെബിലിറ്റി കണ്ടെത്തുക. അവനവൻ്റെ കാലിൽ നിൽക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ. ഓക്കെ, സീയിങ് ബിയോണ്ട്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഈ റീഡിങ് കണ്ടില്ലെങ്കിലും യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാരിറ്റിയും കിട്ടും. നിങ്ങൾക്ക് തന്നെ ആക്ച്വലി മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചാൽ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ആൻസർ തരും. എന്താണ് അവിടെ നടക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ക്വയറ്റനിങ് ദ മൈൻഡ്, യെസ്, മെഡിറ്റേഷൻ അഗൈൻ. ഓക്കെ, ഇത് രണ്ടും പറയുന്നത് തന്നെയാണ്. നിങ്ങൾ കുറച്ച് മെഡിറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങളൊരു പീസ്ഫുൾ സ്റ്റേറ്റിൽ നിങ്ങളിരിക്കാം. ഓക്കെ, നിങ്ങളെ സമാധാനപരമായിട്ട് നിങ്ങളിരിക്കുക. ഓക്കെ, വേറെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ നിങ്ങൾ അടിക്കേണ്ട. ഓക്കെ, അവനവൻ്റെ ലൈഫ്, അവനവൻ്റെ ഒരു ഗ്രോത്ത്, അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ലയൺ പോലെ ആവുക. ഓക്കെ, ആൻഡ് കോൾ ഓഫ് ദ മ്യൂസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. നിങ്ങൾ ഹാപ്പി ആയിട്ട് നടക്കുക. ഓക്കെ, ആൻഡ് നമ്പേഴ്സ് ഇവിടെ 38, 11, 2 ആവാം. 11 ആവാം, 2 ആവാം. എൻ്റെ ഇവിടെ 2 ഉണ്ട്. ഇവിടെ 36 ആണ്, 9, 32, 5, 31, 4, 9, 19, അപ്പോൾ 10, 1. ആൻഡ് ഇവിടെ ഇത് പെർഫെക്റ്റ് ഹാർമണി എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
ഇല്ല ഇത് ലാൻഡ് ബിറ്റ്വീൻ ഉണ്ട്. അപ്പം അത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കാൻ, നമ്മൾ നേരത്തെ 2 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ കാര്യമില്ല, അവരൊരു തീരുമാനം എടുക്കാനുണ്ട് അല്ലേ, അവർ ആ തീരുമാനം എടുത്ത് വരട്ടെ. ഇവിടെ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കാതിരിക്കുക, നിങ്ങൾ അങ്ങനെ സ്റ്റക്കായി നിൽക്കരുത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. നിങ്ങൾ അവനവനെ തന്നെ നിങ്ങളൊരു ബാലൻസിൽ വെക്കുക, പെർഫെക്റ്റ് ഹാർമണിയിൽ നിങ്ങളിരിക്കുക, പീസ്ഫുൾ ആയിട്ട് നിങ്ങളിരിക്കുക. ഓക്കെ, 11 ഉണ്ട്, അഗൈൻ 2, അഗൈൻ 11 11 2 2 ഒക്കെ റിപ്പീറ്റേഷൻസ് ഉണ്ട്. സോ നിങ്ങളൊരു ബാലൻസിലേക്ക് വരണം എന്നാണ് പറയുന്നത്. ആൻഡ് 1 പറയുമ്പോൾ നമ്മൾ ന്യൂ ബിഗിനിങ്സ് എന്നും പറയും. ഓക്കെ, ആൻഡ് ബാലൻസിൽ നിങ്ങൾ അവനവനെ ബാലൻസ് ചെയ്യുക ആദ്യം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.